ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു വിവേകാനന്ദ IAS. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെയധികം കറണ്ട് റെലവൻസുമുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഈ ആഴ്ച ഫുള്ള് നമ്മൾ പത്രം നോക്കിയാൽ പല ആർട്ടിക്കിൾസിലും ഇത് വന്നിട്ടുണ്ട്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വി വിൽ ട്രൈ ടു ഡീകോഡ് ദിസ് ടോപ്പിക്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കറണ്ട് അഫെയർ ആർട്ടിക്കിൾ വന്നാലും വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഈ ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വൈ ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഈസ് ഇൻ ന്യൂസ്. വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഡിഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ കേസ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അവിടെ നമ്മൾ കണ്ടതാണ് ഏക്നാഥ് ഷിൻഡെയുടെ ഫാക്ഷൻ ഉദ്ധവ് താക്കറയുടെ ഫാക്ഷനിൽ നിന്ന് സ്പ്ലിറ്റായി. ഓക്കെ, എന്നിട്ട് ഇടയ്ക്കൊരു ഡൗട്ട് വന്നു, ഇതിൽ ഏത് ഫാക്ഷനാണ് ഒറിജിനൽ ശിവസേന. അപ്പോൾ ശിവസേനയുടെ സിമ്പലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഈ അമ്പും വില്ലും ഒക്കെയാണ് അവരുടെ സിമ്പൽ. അപ്പോൾ ഈ സിമ്പലിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ചോദ്യം വന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? ഒരു പാർട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പൊളിറ്റിക്കൽ വിങ്ങും ഒരു ലെജിസ്ലേറ്റീവ് വിങ്ങും ഉണ്ട്. ഓക്കെ, ലെജിസ്ലേറ്റീവ് വിങ്ങിൻ്റെ വ്യൂ ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു. അതായത് കൂടുതൽ MLA-മാർ ആരുടെ കൂടെ ഉണ്ട്, അതിനെ ഒറിജിനൽ പാർട്ടിയായിട്ട് കണ്ടു. ആ പാർട്ടിക്ക് തന്നെ എന്ത് കൊടുത്തു? സിമ്പലും കൊടുത്തു. അപ്പോൾ ഇവിടെ വലിയൊരു പൊളിറ്റിക്കൽ ഡിഫെക്ഷൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ. ഇതിൻ്റെ ഹിസ്റ്ററി ഫുള്ളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല, കാരണം അതല്ല നമ്മുടെ ടോപ്പിക്ക്. അതുപോലെ സിമിലർലി നമ്മൾ എന്ത് കണ്ടു? തൃണമൂൽ കോൺഗ്രസ്, ഇപ്പോൾ അതിൻ്റെ മെയിൻ ലീഡറായിട്ടിരിക്കുന്ന സുവേന്ദു അധികാരിയും ഒരു സമയത്ത് TMCയുടെ മെമ്പറായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇലക്ഷനിൽ TMC തോറ്റു കഴിയുമ്പോഴത്തേക്ക് ആ പാർട്ടിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചേഴ്സ് അവർ പെട്ടെന്ന് വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നു, മൂവ് ചെയ്യുന്നു. ചില ആൾക്കാർ BJP-യിലേക്ക് ഡിഫെക്റ്റ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അതുപോലെ ആം ആദ്മി പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വളരെയധികം ഡിഫെക്ഷൻസ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ MP ആയിട്ടുള്ള രാഘവ് ചഡ്ഡ, ഹി ജോയിൻഡ് BJP. അപ്പോൾ ഈ ഡിഫെക്ഷൻസിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അഫെയറിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോമിനൻ്റ് എക്സാമ്പിൾ മഹാരാഷ്ട്ര, തൃണമൂൽ കോൺഗ്രസ് ആൻഡ് ആം ആദ്മി പാർട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആൻറ്റി ഡിഫെക്ഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്, ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ശരിക്കും നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആൻറ്റി ഡിഫെക്ഷനെ പറ്റി വലിയ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും നിലവിൽ വന്നത് 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1985-ലൂടെയാണ്. 1985-ലാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ 10th ഷെഡ്യൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ ബേസിക് ഓഫ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. 10th ഷെഡ്യൂൾ എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? ആൻറ്റി ഡിഫെക്ഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന ഷെഡ്യൂളാണ്. ഇറ്റ് കെയിം ബൈ യുവർ 52nd അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 3-4 സാഹചര്യങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ MP ആണെങ്കിലും MLA ആണെങ്കിലും യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. അതായത് നിങ്ങളൊരു പാർട്ടിയുടെ മെമ്പറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു, MP ആയിക്കോട്ടെ MLA ആയിക്കോട്ടെ, നിങ്ങൾ ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് വോളണ്ടറിലി ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫെക്ഷൻ്റെ അണ്ടറിൽ യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി നിങ്ങൾക്ക് തരുന്ന ചില ഡയറക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, പാർട്ടി പറയുന്ന അനുസരിക്കുന്നില്ല. ആ കേസിലും വയലേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ നിങ്ങളെ പുറത്താക്കാം, ബേസ്ഡ് ഓൺ ഡിഫെക്ഷൻ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വിപ്പുണ്ട്, പാർട്ടിയിൽ വിപ്പുണ്ട്, ഹി ക്യാൻ ഗീവ് യു വിപ്പ്. വിപ്പ് തന്നെ 1 ലൈൻ വിപ്പുണ്ട്, 2 ലൈൻ വിപ്പുണ്ട്, 3 ലൈൻ വിപ്പുണ്ട്. 3 ലൈൻ വിപ്പ് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വിപ്പാണ്. നിങ്ങളിപ്പോൾ ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കാവുള്ളൂ. നിങ്ങൾ ആ പാർട്ടി പറഞ്ഞ ദിവസം അറ്റൻഡൻസിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ആ പാർട്ടി പറയുന്ന കാര്യത്തിന് തന്നെ പാർട്ടിക്ക് അനുകൂലമായിട്ട് തന്നെ വോട്ട് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡിഫെക്ഷൻ്റെ പേരിൽ യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ഇനി മൂന്നാമത്തത്, നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് മെമ്പറാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്ന ആളാണ്. നിങ്ങളൊരു പാർട്ടിയിൽ ചേർന്നാൽ, പൊളിറ്റിക്കൽ പാർട്ടി ചേർന്നാലും ഡിഫെക്ഷൻ്റെ ബേസിൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് കളഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി ചേർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ നഷ്ടമാവും. യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ആസ് എൻ MP ഓർ MLA. ഇനി പോട്ടെ, നിങ്ങളൊരു നോമിനേറ്റഡ് മെമ്പറാണ്. ലെജിസ്ലേച്ചറിൽ പലപ്പോഴും എലക്റ്റഡ് മെമ്പേഴ്സ് അല്ലാതെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങൾ നോമിനേറ്റഡ് മെമ്പറായി 6 മാസം കഴിഞ്ഞ്, നിങ്ങൾ ലെജിസ്ലേച്ചറിൽ വന്ന് 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നാൽ then also you will be disqualified under defection. അപ്പോൾ 6 മാസത്തിന് മുമ്പ് നിങ്ങൾക്ക് പാർട്ടി ചേരാം,
6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പാർട്ടിയിലും ചേരാൻ പറ്റില്ല. അപ്പോൾ ഈ 4 സാഹചര്യങ്ങളിൽ നിങ്ങളെ MP ആയിട്ടോ MLA ആയിട്ടോ ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയാം അണ്ടർ ഡിഫെക്ഷൻ. ഇനി നമ്മൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിരുന്നെങ്കിൽ 2003 മുമ്പുള്ള അവസ്ഥ നോക്കിയിരുന്നെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പം 1/3 പേര് പിരിഞ്ഞു പോയാൽ അതിനെ ഡിഫെക്ഷൻ ആയിട്ട് കാണില്ല, അതിനെ ഒരു എക്സെപ്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് സീൻ ആസ് എ സ്പ്ലിറ്റ്. ഇത് അനുവദനീയമായിരുന്നു. ഒരു പാർട്ടിയിൽ നിന്ന് 1/3 ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പൊസിഷൻ നഷ്ടമാവില്ല. പക്ഷേ ഇത് പിന്നീട് നമ്മുടെ സർക്കാർ മാറ്റി ബൈ ആൻ അമെൻമെൻറ്റ് ഓഫ് 2003, ദാറ്റ് ഈസ് ദ 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 91ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നു. അതിനകത്ത് ഈ 1/3 ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ അവർ ഒഴിവാക്കി. അപ്പോൾ ഇപ്പോൾ 1/3 പേര് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റും 2/3 ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് പാർട്ടി എഗ്രി ഫോർ എ മെർജർ. അതായത് ഒരു പാർട്ടിയിലുള്ള 2/3 പേര് വേറെ ഒരു പാർട്ടിയിലേക്ക് മെർജ് ചെയ്യാൻ തയ്യാറായാൽ അത് അനുവദനീയമാണ്. ഓക്കെ, സോ മെർജർ ഈസ് അലൗഡ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. ഇനി വേറൊരു കാര്യം, നമ്മുടെ ഡിഫെക്ഷൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്ന അതോറിറ്റി ആരാണ്? പ്രിസൈഡിങ് ഓഫീസർ. ഇപ്പോൾ പാർലമെന്റ് ആണെങ്കിൽ അത് സ്പീക്കർ ആയിരിക്കും. ഓരോ ലെജിസ്ലേച്ചറിനെ പ്രിസൈഡിങ് ഓഫീസറാണ് ഡിഫെക്ഷൻ്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ. ഓക്കെ, അതുപോലെ ഒരു കാര്യമുണ്ട്, ഈ ഡിസിഷൻ മേക്കറിന് ഒരിക്കലും ഈ കേസ് സ്യൂമോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതായത് സ്വയമേ ഒരു MBA MLA പ്രിസൈഡിങ് ഓഫീസറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആദ്യം ഒരു ഫോർമൽ പെറ്റീഷൻ കിട്ടണം. ഇപ്പോൾ എൻ്റെ പാർട്ടിയിൽ നിന്നാണ് ആൾക്കാർ ഡിഫെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, വേറെ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാനൊരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യണം ഡിസൈഡിങ് ഓഫീസർ. അങ്ങനെ അദ്ദേഹത്തിന് ഈ അധികാരം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്കൊരു കിഹോത്തോ ഹോലോഹൻ കേസ് ഉണ്ട് 1992. ഇതിനകത്ത് വിധിച്ചത് എന്താ? സ്പീക്കറിൻ്റെ ഡിസിഷൻ റിലേറ്റഡ് ടു ഡിഫെക്ഷൻ ഇതും ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയിൽ വരും. അപ്പം ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ സ്പീക്കർ അല്ലെങ്കിൽ ഒരു MBA MLA സ്പീക്കറോ അല്ലെങ്കിൽ ഡിസൈഡിങ് ഓഫീസറോ ഡിസ്ക്വാളിഫൈ ചെയ്താൽ അതിനെ ജുഡീഷ്യലി റിവ്യൂ ചെയ്യാൻ അധികാരം ആർക്കുണ്ട്? കോടതിക്കുണ്ട്. ഇത് പറഞ്ഞ കേസാണ് കിഹോത്തോ ഹോലോഹൻ കേസ്. ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഈ സ്പീക്കറാണ് ഡിഫെക്ഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അതിന് പലപ്പോഴും അദ്ദേഹം സഹായം തേടുന്നത് ആരെയാ? ആരുടെ സഹായമാണ് തേടുന്നത്? കമ്മിറ്റി ഓഫ് പ്രിവിലേജ് കമ്മിറ്റിയുടെ സഹായം പലപ്പോഴും ഈ ഡിസിഷൻ എടുക്കുമ്പോൾ അദ്ദേഹം തേടാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് 10th ഷെഡ്യൂൾ ആൻഡ് ആൻറ്റി ഡിഫെക്ഷൻ. ഓക്കെ, വിപ്പ് നമ്മൾ പറഞ്ഞു, 1 ലൈൻ വിപ്പുണ്ട്, 2 ലൈൻ വിപ്പുണ്ട്, 3 ലൈൻ വിപ്പുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സബ്ജക്റ്റ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇനി എന്താണ് ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ അഡ്വാൻറ്റേജ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് വിൽ പ്രിവെൻറ്റ് ആയാറാം ഗായാറാം പൊളിറ്റിക്സ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആയാറാം ഗായാറാം എന്താണെന്ന് മനസ്സിലാവില്ല. വേറെ ഒന്നുമല്ല, ഇതൊരു ഹരിയാന ലെജിസ്ലേച്ചർ 1967 ഒരു സംഭവമാണ്. ഒരു ഹരിയാന ലെജിസ്ലേച്ചർ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? ഗയാലാൽ. ഇദ്ദേഹം ഒരു ദിവസം കൊണ്ട് തന്നെ 3 പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഒരു ദിവസം തന്നെ 3 ഷിഫ്റ്റ് ഇദ്ദേഹം ചെയ്തു, ഡിഫെക്ഷൻസ് നടത്തി. ഒരു പാർട്ടിയിലേക്ക് പോയി, പിന്നെ വേറെ പാർട്ടിയിലേക്ക് പോയി, പിന്നെ വേറൊരു പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഡിഫെക്ഷൻ അറിയപ്പെട്ടു. ഇതിനെയാണ് നമ്മൾ ആയാറാം ഗയാറാം. ആയ എന്ന് പറഞ്ഞാൽ വന്നു, ഗയ എന്ന് പറഞ്ഞാൽ പോയി. ഇതേ പോയി ഇതാ വന്നു എന്നുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഇത് ഒഴിവാക്കാൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ നമ്മളെ സഹായിക്കും. പിന്നെ മണി പവറിനെ കർബ് ചെയ്യാം. പെട്ടി തുറന്നു വെച്ചിട്ട് MLA മാരെയും MP മാരെയും പാർട്ടിയിലേക്ക് വിളിക്കുന്ന പരിപാടിയെയും ഇത് തടയും, ആൻറ്റി ഡിഫെക്ഷൻ ലോ. അതുപോലെ പാർട്ടിയിലെല്ലാവരും ഒരേ മനത്തോടൊക്കെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഫംഗ്ഷനിങ് കുറച്ചുകൂടെ ബെറ്റർ ആവും. അതിൻ്റെ മാൻഡേറ്റ് അതിന് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്യാം. സോ ഇറ്റ് എൻഷുവേഴ്സ് കൊഹഷൻ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് എ പാർട്ടി. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം ശരിക്കും കൊണ്ടുവരാൻ നല്ലോണം പ്രവർത്തിക്കേണ്ട ഏജൻസീസ് ആയിരിക്കും. അവരെ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം കൊണ്ടുവരണമെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് ദ കൺട്രി. ശരിക്കും പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാർക്ക് അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ ഉണ്ടാവേണ്ട ബോഡിയാണ്. പക്ഷേ ഇന്ത്യയിൽ അവർ ചെയ്യുന്ന പലപ്പോഴും ഫാമിലി ഫിഫ്ഡവും ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സും ലാക്ക് ഓഫ് ഇൻറ്റേർണൽ ഡെമോക്രസിയൊക്കെ. പക്ഷെ അവരുടെ ഒറിജിനൽ റോൾ അവർ പ്ലേ ചെയ്യുന്നില്ലെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ ഇമ്പോർട്ടൻസ്. ഇനി ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നല്ല പോയിന്റ്സ് നോക്കി, ഇനി പ്രശ്നങ്ങൾ നോക്കാം. ഒന്ന്, പാർട്ടീസൺ റോൾ ഓഫ് പ്രിസൈഡിങ് ഓഫീസർ. കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ ആരാ? സ്പീക്കറാണ് അല്ലെങ്കിൽ ഡിസൈഡിങ് ഓഫീസറാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരു കാര്യം നടന്നു. ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് 20 പേര് ഡിഫെക്റ്റ് ചെയ്തു, ഭരിക്കുന്ന പാർട്ടിയിലേക്ക് പോയി. സ്പീക്കറിൻ്റെ അടുത്തേക്ക് പരാതി ചെന്നു, സ്പീക്കർ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു പാർട്ടിയിലെ MLA മാർ അല്ലെങ്കിൽ MP മാർ 3 വർഷത്തിനുള്ളിൽ ഡിഫെക്റ്റ് ചെയ്തു, 2 വർഷത്തോടെ ഭരിക്കാനുള്ളൂ.
ഈ കേസ് സ്പീക്കറിന്റെ ഫ്രണ്ടിൽ വന്നു, സ്പീക്കർ 2 വർഷം ഒന്നും അനങ്ങാതെ നിന്നാൽ എന്ത് പറ്റും? അവരുടെ 5 വർഷത്തെ പീരീഡ് കഴിയുകയും ചെയ്യും, അവർ ഡിസ്ക്വാളിഫൈ ആവുകയും ചെയ്യില്ല. അപ്പൊ പലപ്പോഴും പ്രിസൈഡിങ് ഓഫീസേഴ്സ് അവർ വന്ന ഒറിജിനൽ പാർട്ടിയുടെ ആൾക്കാരായിട്ട് മാത്രം പെരുമാറുന്നു. പിന്നെ റബി റൈ, ശിവരാജ് പാട്ടീൽ പോലുള്ള ആൾക്കാർ അവരെല്ലാം എക്സ് സ്പീക്കേഴ്സ് ആണ്. അവർ പറഞ്ഞ എന്താ, ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനുള്ള എക്സ്പെർട്ടൈസ് ആർക്കില്ല? ഈ സ്പീക്കർമാർക്കില്ല. സ്പീക്കേഴ്സ് ഓർ ഡിസൈഡിങ് ഓഫീസേഴ്സ് ലാക്ക് ലീഗൽ എക്സ്പെർട്ടൈസ്. പിന്നെ വേറൊരു പ്രശ്നം എന്താ, ഈ നമ്മുടെ ഡിഫെക്ഷൻ്റെ ഒരു കേസ് ഒരു ഡിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ സ്പീക്കറിന് മുമ്പിൽ എത്തുമ്പോൾ ഇന്ന സമയത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കണം. അപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ട്, എം സിംഗ് വെസസ് സ്പീക്കർ ഓഫ് മണിപ്പൂർ കേസിൽ 3 മാസത്തിനുള്ളിൽ സ്പീക്കർ എന്ത് ചെയ്യണം? ഈ കേസ് തീർപ്പാക്കണം. പക്ഷെ ഒരിക്കലും ഇത് സംഭവിക്കാറില്ല. ഇത് വേറൊരു പ്രശ്നം, ടൈം ലിമിറ്റ് ഫോർ പ്രിസൈഡിങ് ഓഫീസർ. പലപ്പോഴും കോടതി ഇതിനകത്ത് ഇടപെടാം, പക്ഷെ കോടതി പലപ്പോഴും ലേറ്റ് സ്റ്റേജിലാണ് ഇടപെടുന്നത്. അപ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുടെ ടെന്യൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ടെന്യൂർ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർ ഒരു വലിയ ഉടായ്പ് കാണിക്കുമെന്ന് ഞാൻ പറയും. അതായത് അവരെന്ത് ചെയ്യും? അവർ പാർട്ടി മാറത്തില്ല. അവരൊരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും? അവരുടനെ റിസൈൻ ചെയ്യും. റിസൈൻ ചെയ്തിട്ട് ബൈ ഇലക്ഷൻ നടത്തും, ഉടനെ തന്നെ എന്ത് ചെയ്യും? റീഎലക്ട് ചെയ്യപ്പെടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആന്റി ഡിഫെക്ഷൻ ലോയെ സർക്കംവെന്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഞാൻ പാർട്ടി മാറിയാലല്ലേ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 3 വർഷം ഒരു പാർട്ടിയിൽ ഇരുന്ന് 5 വർഷത്തിൽ 3 വർഷം ഒരു പാർട്ടിയിൽ ഇരുന്നിട്ട് അവിടെ രാജിവെക്കുന്നു, ബൈ ഇലക്ഷനിൽ വരുന്നു, ഓപ്പോസിഷൻ പാർട്ടി പോയി ചേരുന്നു, അല്ലെങ്കിൽ എതിർ പാർട്ടി ചേരുന്നു. ഇത് ശരിക്കും ആന്റി ഡിഫെക്ഷൻ ലോയെ തന്നെ പറ്റിക്കാനുള്ള ഒരു മാർഗമാണ്. പിന്നെ പലപ്പോഴും ആൾക്കാർ ഡിഫെക്ഷനിലേക്ക് പോകാൻ കാരണം എന്താ? ടൈറനി ഓഫ് ദ വിപ്പാണ്. വിപ്പ് പറയുന്നത് എല്ലാം നമ്മൾ അനുസരിക്കുന്ന ഒരു സാഹചര്യം. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുന്നില്ല. ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ ഫിലോസഫി നമ്മൾ നോക്കാതെ പാർട്ടി പറയുന്നത് മാത്രം കേൾക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഡിഫെക്ഷനിലേക്ക് പോവാം. പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, റീറ്റെയിൽ ആയിട്ടുള്ള ഡിഫെക്ഷൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. 1-2 MLA-മാരോ MP-മാരോ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഡിഫക്റ്ററായിട്ട് പ്രഖ്യാപിക്കും, ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷേ ഹോൾസെയിൽ ലെവലിൽ ആൾക്കാർ ഡിഫെക്റ്റ് ചെയ്തു, ഒരു പാർട്ടിയുടെ 3-2 പേര് ഒറ്റയടിക്ക് ഡിഫെക്റ്റ് ചെയ്താൽ അതിൽ കുഴപ്പമില്ല. അപ്പോൾ റീറ്റെയിൽ ഡിഫെക്ഷൻ പ്രശ്നമാണ്, ഹോൾസെയിൽ ഡിഫെക്ഷൻ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ ആൾക്കാർ ഒരു പാർട്ടിയിൽ 3-2 പേര് വേറൊരു പാർട്ടിയിലേക്ക് മെർജ് ചെയ്യുന്നത് എല്ലാവരും ഐഡിയോളജി ബേസ്ഡ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഐ ഡോണ്ട് ബിലീവ് സോ. ഓക്കെ, അവർക്ക് വേറെ ഐഡിയാസും കാണും. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡിസ്കസ് ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ വി ഡു ടു സോൾവ് ദിസ് പ്രോബ്ലം? ആന്റി ഡിഫെക്ഷൻ ലോ നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം? ദിനേശ് ഗോസ്വാമി കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നതാ ഈ വിപ്പ് സിസ്റ്റം തന്നെ മറ്റുമെങ്കിലും എടുത്തു കളയുക. അതായത് ഒരു MP-ക്കോ MLA-ക്കോ അവർ ഇഷ്ടം അനുസരിച്ച് പാർട്ടിക്ക് എതിരെ വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്തോട്ടെ. പക്ഷേ ചില ഇമ്പോർട്ടൻറ്റ് സർക്കംസ്റ്റാൻസസ്, അതായത് പാർട്ടി താഴെ വീഴും അല്ലെങ്കിൽ ഗവൺമെന്റ് താഴെ വീഴും എന്നുള്ള അവസ്ഥയുണ്ട്, നോ കോൺഫിഡൻസ് മോഷൻ, മണി ബിൽ, ആ സാഹചര്യത്തിൽ മാത്രം വിപ്പ് ആക്റ്റീവ് ആവാം. അല്ലാത്ത സമയത്ത് ഈ വിപ്പ് സിസ്റ്റം വേണ്ട എന്നുള്ളതാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി പറയുന്നത്. പിന്നെ ചിലർ പറയുന്നത് ഈ റിസിഗ്നേഷൻ ലൂപ്പ് ഹോൾ അങ്ങ് അടയ്ക്കുക. അതായത് എനിക്ക് പാർട്ടി മാറണമെങ്കിൽ ഒരു ഉടായ്പ് വഴി ഞാൻ റിസൈൻ ചെയ്യുന്നു, റീഎലക്ട് ചെയ്യപ്പെടുന്നു. ഇത് വേണ്ട. ഒരാളിപ്പോൾ 5 വർഷമാണ് അയാളുടെ ടെന്യൂർ എങ്കിൽ 3 വർഷത്തിനിടയ്ക്ക് അയാൾ റിസൈൻ ചെയ്താൽ ആ ബാക്കിയുള്ള 2 വർഷത്തിൽ അയാൾക്ക് എലക്ട് ചെയ്യാൻ പറ്റരുത്. അയാൾ ഫേസ് ചെയ്യരുത്. റിമൈനിങ് ടെന്യൂറിൽ അയാൾക്ക് പിന്നെയും ഒരു MLA-യോ MP-യോ ആവാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരണം. അതായത് ഞാനിപ്പോൾ ഒരു പാർട്ടി മാറി റിസൈൻ ചെയ്ത് വേറെ പാർട്ടിയിലേക്ക് എലക്ട് ചെയ്ത് വരാനുള്ള അവസരം കൊടുക്കരുത്. ആ ഒരു ലെജിസ്ലേച്ചറിന്റെ ഫുൾ ടേം കഴിഞ്ഞിട്ടേ പിന്നെ എനിക്ക് മത്സരിക്കാൻ പറ്റാവൂ, അല്ലെങ്കിൽ അവരെ ഈ ലൂപ്പ് ഹോൾ ഉപയോഗിക്കും. പിന്നെന്താ, ഈ സ്പീക്കർ ഡിഫെക്ഷന്റെ ഒരു കേസ് വന്നാൽ ഇന്ന ടൈം ലിമിറ്റിനുള്ളിൽ ഡിസിഷൻ എടുത്തിരിക്കണം. കാലാകാലങ്ങളോളം ഇത് ബെഞ്ചിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഡിഫെക്ഷന്റെ കേസ് ആണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഒന്നുകിൽ ആ MP MLA പുറത്താക്കുക, അല്ലെങ്കിൽ പുറത്താക്കാതിരിക്കുക. ഡിസിഷൻ ഫാസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചില കേസുകളിൽ പെട്ടെന്ന് തന്നെ ഈ കേസ് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കോടതിക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം, അണ്ടർ ആർട്ടിക്കിൾ 142. ക്ലിയർ? പിന്നെ സ്പീക്കർ ഒരിക്കലും ഒരു പാർട്ടിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യരുത്, ഇംപാർഷ്യൽ ആയിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡെമോക്രാറ്റിക് സേഫ് ഗാർഡ് കോർട്സ് ക്യാൻ ഇന്റർവീൻ. ആർട്ടിക്കിൾ 141, 142 ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോടതിക്ക് ഫുൾ ജസ്റ്റിസ് നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് സ്പീക്കറിനെ ബൈപ്പാസ് ചെയ്ത് ചില സമയങ്ങളിൽ ലേറ്റ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതിക്ക് നേരത്തെ ഇടപെടാൻ പറ്റണം. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ദ റൈറ്റ് ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ്. അതുപോലെ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് ഫോളോ ചെയ്യാം. സൗത്ത് ആഫ്രിക്കയിലൊക്കെ ജുഡീഷ്യൽ കമ്മീഷനാണ് എന്ത് ഹാൻഡിൽ ചെയ്യുന്നത്? ഡിഫെക്ഷന്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് സ്പീക്കർ അല്ല.
അപ്പോൾ ഇന്ത്യയിലും വേണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ റീവർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ NCRWC ഇവരെന്താ സജസ്റ്റ് ചെയ്യുന്നത്? ഒരു ഇൻഡിപെൻഡന്റ് ട്രിബ്യൂണൽ ഉണ്ടാക്കിക്കോട്ടെ. എന്നിട്ട് ഡിഫെക്ഷൻ്റെ കേസ് ജഡ്ജസ്, സുപ്രീം കോടതി ജഡ്ജസോ ഹൈക്കോടതി ജഡ്ജസോ ഒക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡിഫെക്ഷൻ്റെ കാര്യം തീരുമാനിക്കട്ടെ. അവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പം നമ്മൾ ഡിഫെക്ഷൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ് ഡിഫെക്ഷൻ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിൾ എന്താണ്, ഡിഫെക്ഷൻ്റെ ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ അഡ്വാൻറ്റേജുകൾ എന്താണ്, ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ പോരായ്മകൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഇതെല്ലാം കോംപ്രഹെൻസീവ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ഹാവ് ഡിസ്കസ്ഡ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ പാർട്ടി മാറുമ്പോൾ അയാൾ പലപ്പോഴും വഞ്ചിക്കുന്നത് ആരെയല്ല, പാർട്ടിയല്ല, പലപ്പോഴും ജനങ്ങളെയാണ്. കാരണം ജനങ്ങൾ പലപ്പോഴും വോട്ട് ചെയ്യുന്നത് എന്തനുസരിച്ചാണ്? പാർട്ടി ബേസിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഇൻഡിവിജ്വലിനെ നോക്കി വോട്ട് ചെയ്യും, പലപ്പോഴും പാർട്ടി നോക്കി വോട്ട് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, വോട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള തിങ് അല്ല. വോട്ട് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് ട്രാൻസ്ഫറബിൾ. നമ്മൾ പവറിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ജനങ്ങളുടെ ട്രസ്റ്റിനെ ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി മാറുമ്പോൾ യു ആർ പ്ലേയിങ് വിത്ത് ദ ട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി അരിസ്റ്റോട്ടിലും മക്യാവെലിയും എല്ലാം പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, ജനങ്ങളുടെ സപ്പോർട്ടാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് ഒരു റൂളറിൻ്റെ ലെജിറ്റിമസി എന്ന് നമ്മുടെ കൗട്ടില്യം പറഞ്ഞിട്ടുണ്ട്. വിൻസ്റ്റൺ ചർച്ചിലും പറഞ്ഞിട്ടുണ്ട്, ചിലർ പ്രിൻസിപ്പിൾസിന് വേണ്ടി പാർട്ടി മാറും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, പലരും പാർട്ടി മാറുന്നത് പവറിന് വേണ്ടിയാണ്. ഇതിനെപ്പറ്റി അരിസ്റ്റോട്ടിലും പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് ഓഫീസസ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിർച്വസ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പബ്ലിക് ഗുഡിന് വേണ്ടി വർക്ക് ചെയ്യണം, നോട്ട് ഫോർ പ്രൈവറ്റ് ഗെയിംസ്. ഓക്കെ, അപ്പോൾ ഈ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റേഴ്സ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ക്ലാസ്സും ഈ ഒരു സെഷനും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും കൊണ്ട് ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ അവർ ചാനൽ വിവേകാനന്ദ IAS. താങ്ക് യു.